രാവിലെ ഞാൻ ആ പയ്യനെ അവിടെ വെച്ച് കണ്ടപ്പോൾ അവനിൽ എന്നെ തന്നെ കാണുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി അമ്മാവ. എന്നാൽ അതേ വയസ്സുള്ള എൻ്റെ സ്വന്തം മോനെ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ നോക്കിയപ്പോൾ അവനൊരു നോ പോലും പറയാൻ പറ്റാതെ ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും. അവനൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതെൻ്റെയും കൂടി വീക്ക്നെസ്സാ. ഇതെന്റെ ഫെയിലിയറാ. രാമു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എൻ്റെ അച്ഛനെ നിങ്ങൾ ഇംപ്രസ് ചെയ്തുകൊണ്ട് എന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടി. അതുകൊണ്ട് അധ്വാനിക്കണം. അല്ലേ ശോദേ ഞാൻ പറഞ്ഞത്? എൻ്റെ മോൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പ്രിൻസായിട്ട് അവൻ ജനിച്ചത്. അതല്ലേ ശോദേ, ആ പയ്യനപ്പോ നന്നായി സംസാരിക്കുന്നത് കണ്ട്. രാമു, നമ്മൾ ഹണിമൂണിന് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് മറ്റൊരാളെ കുറിച്ച് അവൻ ഹോട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? എന്റെ മുന്നിൽ വെച്ച് മറ്റൊരാളുടെ മകനെ പുകഴ്ത്തുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഡോണ്ട് എവർ ഡു ദാറ്റ്. ഇത് അമ്മയുടെ സ്നേഹരാമോ? അങ്ങനെ അങ്ങ് വിചാരിച്ചോ? നീ ആ പയ്യനെക്കുറിച്ച് ഓർത്തപ്പോ ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ചാണ് ഓർത്തേ. 3 വർഷം കൊണ്ട് ആ കമ്പനി അത്രയും വളർത്തിയെങ്കിൽ അവൾ നമ്മുടെ കൂടെ ചേർന്ന എന്താവും അവസ്ഥ? അവളെ നമ്മുടെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? കറക്റ്റായി ബാലൻസ് ചെയ്തോളൂ. എന്താ മോളെ നീ സാരി ഉടുക്കുന്ന എന്തിനാ? വിളിച്ചത് ARK സാറാ. ഇവിടെ അടുത്ത ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ എന്ത് വേഷം കെട്ടിക്കൊണ്ട് പോയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് അങ്ങനെയാണോ? അവരായതുകൊണ്ട് ആ സാരിയും ബൊക്കയും ഒക്കെ വേണമെന്ന് പറഞ്ഞത്. സംസാരിച്ചത് നേരം കളയാതെ അങ്ങോട്ട് കയറിയിരുന്ന് വേഗം വണ്ടി എടുക്കും. അവരെന്നോട് നിനക്ക് പാചകം അറിയാമെന്ന് ചോദിച്ചപ്പോ ആൾമോസ്റ്റ് നീ അബദ്ധം പറഞ്ഞു പോയി മോളെ. എനിക്ക് പാചകം അറിയോന്നൊക്കെ എന്തിനാ ചോദിക്കുന്ന പപ്പ? പെണ്ണുകാണലാണോ ഇത്? വെറുതെ ഒരു കാണൂല മോളെ. അല്ലെങ്കിൽ തന്നെ വലിയ ആൾക്കാർ വിചാരിച്ച കല്യാണമൊക്കെ ഒരു വലിയ കാര്യമാണ് മോളെ. മോളെ ഇതെന്താ? ചെന്ന് കെട്ടിക്കവളെ. മുത്തശ്ശൻ വെറുതെ ഒന്ന് കാണാൻ പറഞ്ഞു, അതുകൊണ്ടാ. വീട്ടിൽ ഏഞ്ചലിനെ നിർത്തിയിട്ട് പുറത്തുള്ള ഒരുത്തിയെ കെട്ടാൻ പോകുന്നു. ഹലോ, ചിരിക്കുന്ന എന്തിനാ? ഏഞ്ചലല്ലേ ഞാൻ. ഹായ് വെൽക്കം. ഞാൻ രാമചന്ദ്രൻ. എന്റെ പേര് ആഞ്ജനേയ പ്രസാദ്. പേര് കൊണ്ടുപോലും ഞാൻ എന്തടി മോളെ, സത്യമല്ലേടി പറഞ്ഞേ? കണ്ണി കണ്ട അലവലാദികളൊക്കെ വീട്ടിൽ വലിച്ച് കയറ്റിയിരിക്കുക. ഹായ് പ്ലീസ് വെൽക്കം. എന്താ കുടിക്കാൻ? നിങ്ങളോടൊപ്പം ഇരിക്കുന്നതേ ഒരു ഭാഗ്യോ. പിന്നെ ചായയോ കാപ്പിയോ വറുത്തതോ കറി വെച്ചതോ ജീവനുള്ളതോ എന്ത് തന്നാലും കഴിച്ചോളാം. ഇതാണ് ഹ്യൂമർ സെൻസ്. താങ്ക് യു. എന്താ ഒന്നും സംസാരിക്കാത്തത്? നിങ്ങളെ സംസാരിക്കുന്നുണ്ടല്ലോ. എന്റെ മോളൊരു മിതഭാഷിയാ. അതെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ വില പോലും ചോദിക്കാറില്ല. അമ്മയെ പോലെ മോനും മിതഭാഷി. മോൻ വാഗൊണ്ടല്ലാതെ പ്ലേറ്റും കൊണ്ടല്ലേ പറഞ്ഞു. ഓ മൈ ഗോഡ് മോളെ, യു ആർ ലക്കി. നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. കഷ്ടപ്പാടില്ല, ഇതോടെ തീർന്നു. അഷ്ടലക്ഷ്മിമാര് പാട്ടും പാടി നമ്മുടെ വീട്ടിൽ വന്ന് ഗ്രൂപ്പ് ഡാൻസ് കളിക്കുവിനി. എന്താ നോക്കുന്നേ? എണീക്കേ. ഒന്നുകൂടെ ആലോചിക്കും മോനെ. ഐ തിങ്ക് ഇറ്റ്സ് ടു ഫാസ്റ്റ്. ഇത്ര നാളും അവൻ ഫാസ്റ്റ് അല്ലെന്ന് പറഞ്ഞു വിഷമിച്ചിട്ട് ഇപ്പൊ അവൻ ഫാസ്റ്റ് ആയതാണോ കുഴപ്പമായത്? എങ്കിലും നീ മോതിരം കിടാം. എന്തിനാ താമസിപ്പിക്കുന്നേ? എന്തോ സന്തോഷം കൊണ്ട. എന്തിന്? നീ എന്താണ് ഇവിടെ? മാഡം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, എന്തോ ജോലി ഉണ്ടെന്ന്. നിനക്കിവിടെ ഒരു ജോലി ഇല്ലടാ, നീ വെളിയിൽ പോ. എന്താടാ? എന്താ പറഞ്ഞോ? എന്റെ മോൾക്ക് അവൻ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാ റിങ്. ഇപ്പോഴും അവൻ തന്നെയാണല്ലോ ഇട്ടത്.
ലഞ്ച് എന്നും പറഞ്ഞ് എൻഗേജ്മെന്റ് നടത്തിയിരിക്കുന്നു. അവളുടെ കല്യാണത്തെ കുറിച്ച് എന്റെ മോൾക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അവളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ബന്ധം നമുക്ക് ശരിയാക്കി കൊടുക്കാമല്ലോ. അവൻ കെട്ടിയില്ലെങ്കിൽ അവൾ ചാവൂന്നാ പറയുന്നേ. എടാ, ചെറുപ്പത്തിൽ അവള് കളക്ടറാവെന്ന് പറഞ്ഞല്ലേ, എന്നിട്ടായോ? അതുപോലെ പറയുന്നതെല്ലാം അങ്ങ് ചെയ്യില്ലടാ. നീ ചുമ്മാ വിഷമിക്കൊന്നും വേണ്ട. വാ.